നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസറി സിസ്റ്റം. ദർ ആർ 8 പ്രിൻസിപ്പിൾ ഇൻ മോണ്ടിസറി സിസ്റ്റം. ഫസ്റ്റ് വൺ ഇസ് മൂവ്മെന്റ് ആൻഡ് കണക്ഷൻ. എന്ന് വെച്ചാൽ ചലനവും അറിവും. നമുക്കറിയാം ചലനവും ബോധവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു അർത്ഥവത്തായ കാര്യമാണ്. നമ്മൾ ചലിക്കുന്നതും ചെയ്യുന്നതുമായ ഒരു ലോകത്താണ് നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഫ്രീ ചോയ്സ്. കുട്ടികൾ അവരുടെ പരിസ്ഥിതികൾ തിരഞ്ഞെടുക്കുകയും അതിൽ നിയന്ത്രണവും ഉള്ളതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് നടക്കുന്നു എന്നാണ് മറിയ മോണ്ടിസറി അഭിപ്രായപ്പെടുന്നത്. കുട്ടികൾ അവരുടെ എൻവയോൺമെന്റിൽ ഫ്രീ ആയിട്ട് ഇരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ട്രഡീഷണൽ സ്കൂളുകളേക്കാൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ക്ലാസ് റൂമുകളേക്കാൾ കൂടുതൽ ഫ്രീഡം ഉണ്ട് മോണ്ടിസറി കുട്ടികൾ. തേർഡ് വൺ ഇസ് ഇൻട്രസ്റ്റ്. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് മികച്ച പഠനം നൽകുക എന്നതാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസിന് ഡോക്ടർ മോണ്ടിസറി രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇൻസ്പയർ ആകുന്ന രീതിയിലുള്ള ലെസൺസ് പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സിനെ ട്രെയിനിങ് നൽകുകയും ചെയ്തു. അറ്റ് ലാസ്റ്റ് ഫോർത്ത് വൺ ഇസ് എക്സ്റ്റേണൽസ് റിവാർഡ്സ് ആർ അവോയ്ഡഡ്. ഡോക്ടർ മോണ്ടിസറിയുടെ അഭിപ്രായ പ്രകാരം കുട്ടികൾക്ക് ഗോൾഡൻ സ്റ്റാർസ്, റിവാർഡ് എന്നിവയൊക്കെ നൽകുന്നത് അവരുടെ കോൺസെൻട്രേഷൻ ലെവലിനെ ബാധിക്കും എന്നതാണ്. തീർച്ചയായും റിവാർഡ്സുകൾക്കും പണിഷ്മെന്റിനും മോണ്ടിസറി ക്ലാസ് റൂമിൽ സ്ഥാനമില്ല. കാരണം കുട്ടികൾ അവരുടെ സെൽഫ് മോട്ടിവേഷനിൽ പ്രവർത്തിക്കുക എന്നതാണ് പ്രാധാന്യം. ഒരു ഗോൾഡൻ സ്റ്റാർ, മറ്റെന്തെങ്കിലും സമ്മാനം അല്ലെങ്കിൽ മുതിർന്നവരുടെ വിസമ്മതം ഒഴിവാക്കുന്നതിനായിട്ട് കുട്ടികൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ യഥാർത്ഥ ഇൻട്രസ്റ്റ് എന്താണെന്ന് ടീച്ചേഴ്സിന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല.